വിളിച്ച് അവൻ അച്ഛനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ പന്തലിടാൻ്റെ ആളെയും കൊണ്ട് അവൻ വന്നു. അന്നേരം മുതൽ പിന്നെ ഇവർക്ക് ഇവരെന്തോ മാറ്റമായി. ഇത് പറഞ്ഞെങ്കിലും പിറ്റേ ദിവസം ആയപ്പം ചേഞ്ചായി. ഇവിടെ ഇടക്കിയില്ല, അവിടെ കൊണ്ട് കിടക്കാനുള്ളത്. കാരണം ഈ ബോഡി ഭർത്താവിൻ്റെ നിലവിൽ മൂത്ത കൊച്ചു ജീവിച്ചിരിപ്പുണ്ടല്ലോ, അവർക്ക് അതിൻ്റെ റൈറ്റ് എന്ന് പറഞ്ഞാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എതിർപ്പൊന്നും വരും. കാരണം ബോഡി ഇവിടെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ വില പേശാനോ, ആൾക്കാർ ചുമ്മാ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പൊതു ശ്മശാനത്തിൽ കിടക്കാൻ മേലായിരുന്നു, ബോഡി കൊണ്ട് നിങ്ങൾക്ക് ആ പള്ളിയുടെ മണ്ഡലത്തിലോട്ട് കൊണ്ട് വെച്ചേച്ച് പോരാൻ മേലാഞ്ഞോ, നിങ്ങളുടെ പറമ്പിലിടയില്ലാഞ്ഞോ കുഴിച്ചിടാൻ. അപ്പം എൻ്റെ മകളും പിള്ളേരും പോയി. പക്ഷേ ഞാൻ ഈ മുഖം പോലും കാണാനില്ലാത്ത ഈ കഷ്ണങ്ങൾ വെട്ടിക്കാത്ത വെച്ചോണ്ട് പിന്നെ അതിന് ബാർഗെയിൻ ചെയ്യാനും എൻ്റെ പുറകെ പോയത്. എവിടെയെങ്കിലും അടയ്ക്കാൻ മതിയില്ല. ആൾ മരിച്ചു കൂടി ആരും ഇല്ലല്ലോ വേറെ. രണ്ടാമത്തെ മകളും കെട്ടുവിനും ഉള്ളൂ നാട്ടിലുള്ളൂ. പിന്നെ പോയിട്ട് ആമക്കൾ രണ്ടുപേരും ഇവിടെ ഇല്ല, ഇളയ മകൾ ഇവിടെ ഇല്ല. ഇപ്പോൾ ഇവിടെ ഉള്ളവൾ പോവുകയും ചെയ്തിന്. അപ്പോൾ പിന്നെ അവരെ കാര്യങ്ങൾ നടത്താനുള്ളൂ. ഷൈനിയുടെ അച്ഛൻ്റെ ഇൻ്റർവ്യൂ ഇടയ്ക്ക് പുതിയതായിട്ട് ഒരെണ്ണം കാണുകയുണ്ടായി. അവർ കണ്ട ഇൻ്റർവ്യൂവിൽ ചെറിയ ക്ലിപ്പാണ് നിങ്ങൾ കണ്ടത്. അതിൻ്റെ ഫുള്ള് ഇൻ്റർവ്യൂ ഒക്കെ നിങ്ങൾ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റുന്നതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു ക്ലിപ്പും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കേട്ട സമയത്ത് ചിലവർക്ക് ഭയങ്കരമായിട്ട് ഓക്കെ, നല്ല രീതിയിലാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നതെന്നൊക്കെ തോന്നാം. പക്ഷേ ആ ഒരു ഫുൾ ഇൻ്റർവ്യൂ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നു എന്ത് രീതിയിലാണ് ഈ ഒരു വ്യക്തി സംസാരിക്കുന്നതെന്നുള്ളൊരു കാര്യം. ഭയങ്കര ഇതിന് മുമ്പും ആ ഷൈനിയും അതുപോലെ തന്നെ കുട്ടികളൊക്കെ മരിച്ച സമയത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത സമയത്ത് ചിരിച്ചുകൊണ്ടൊക്കെയായിരുന്നു സംസാരിക്കുന്നത്. അത് തന്നെ ഭയങ്കരമായിട്ടുള്ള ആൾക്കാർ ഇതെന്തോ ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്നു, സ്വന്തം മോളും കൊച്ചുമക്കളൊക്കെ അല്ലേ മരിച്ചതെന്ന് പറഞ്ഞ് അങ്ങനെ കുറേയധികം നെഗറ്റീവ് ഒരു പുള്ളിക്കാരനെതിരെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്വന്തം മോളുടെ അടക്കിന് പോലും കൂടിയിട്ടില്ലായിരുന്നു. വീട്ടിൽ വെച്ച് അടക്കാൻ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേനുള്ള മറുപടിയൊക്കെയാണ് നിങ്ങൾ ആദ്യമേ കണ്ടത്. ഇതിൻ്റെ ഇടയിൽ ഈ ഒരു ഫുൾ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നു. അതിൻ്റെ ഇടയിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ടോപ്പിക്കൊക്കെ സംസാരിക്കുന്നതിനിടയിൽ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് ഇവരെ വേറെ മക്കളുടെ കാര്യം, വിദേശത്തൊക്കെ ഉള്ളവർ അവരുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു എന്താ പറയുക ഷൈനി മരിച്ച അറിഞ്ഞത് ഉടനെ വന്നിട്ടുണ്ടായിരുന്നു, ലീവൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടിയാണ് വന്നത്. എന്നിട്ട് ആ ഒരു പറയുന്ന സമയത്ത് എൻ്റെ മോൻ അവിടാണ്, മോൾ അവിടാണ്, അങ്ങനെ ഇവിടെ വന്ന സമയത്ത് ഇതേ കണക്ക് തിരിച്ച് ജോലി കയറണമെങ്കിൽ ഇതേ കണക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ്, മരണ സർട്ടിഫിക്കറ്റൊക്കെ കാണിക്കണമായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു. അങ്ങനെ ഞങ്ങൾ അതുപോലെ തന്നെ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതേ കണക്ക് എന്തുകൊണ്ട് ഇവിടെ അടക്കിയില്ല എന്നുള്ളൊരു കാര്യമൊക്കെ. അപ്പോൾ ഞങ്ങൾ അതിൽ ഭയങ്കരമായിട്ട് വാദിക്കാനൊന്നും നിന്നില്ല, അവരവിടെ തന്നെ അടക്കിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചു. ഷൈനിയുടെ ഇഷ്യൂ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മെയിനായിട്ട് ആ ഒരു സംഭവം നടന്ന ഭർത്താവിൻ്റെ ആ ഒരു കുടുംബത്തിൻ്റെ ക്രൂരത കാരണമായിരുന്നു ആ 2 കുട്ടികളെയും കൊണ്ട് ചെന്ന് ഇതേ കണക്കൊരു കടുംകൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ ഒരു ഇഷ്യൂസ്. വീട്ടിലൊക്കെ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഈ ഒരു ഷൈനി അതുപോലെ തന്നെ കുട്ടികൾ നേരെ സ്വന്തം വീട്ടിലേക്കാണ് ചെന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ നിന്ന് നിർത്തിയിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ നാട്ടുകാർ പറയുന്നു. അത് പ്രത്യേകിച്ച് ഒരു അച്ഛനാണ് അവിടെ നിർത്താൻ അങ്ങനെ സമ്മതിക്കാഞ്ഞെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിനുശേഷം മരണപ്പെട്ടതിന് ശേഷം ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഭയങ്കര കൂളായിട്ട് ചിരിച്ചുകൊണ്ടൊക്കെയാണ് സംസാരിച്ചത്. അത് തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു വ്യക്തി അത്ര വലിയ നല്ലവനോ ഒന്നും അല്ല. ഈ ഒരു വ്യക്തി ഇതിൽ ഭയങ്കരമായിട്ട് പങ്കുണ്ട്. ഒരു പക്ഷേ ഇവരെ ഈ ഒരു അച്ഛന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ജീവൻ പോകേണ്ടി വരത്തില്ല എന്നുള്ളൊരു കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഈ ഇൻ്റർവ്യൂ ഫുള്ള് കണ്ട സമയത്ത് ഈ പുള്ളിക്കാരൻ്റെ സംസാരമൊക്കെ കാണുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് സ്വന്തം മോളാണോ മരിച്ചതെന്നുള്ള രീതിയിലാണ് സംസാരം. ഭയങ്കര ഒരുമാതിരി ഞാൻ ചെറിയ ക്ലിപ്പേ കണ്ടിട്ടുള്ളൂ. ചിലപ്പോൾ അത് വെച്ച് നിങ്ങൾ വിചാരിക്കും അതിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കുക. നിങ്ങൾ ഫുൾ വീഡിയോ ക്ലിപ്പ് വേണമെങ്കിൽ അതിൽ പോയി കാണാവുന്നതാണ്. സംസാരിക്കുന്ന ഓരോ രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇയാൾ ഇതേ കണക്ക് പെരുമാറുന്നു. സ്വന്തം മോളുടെ കാര്യമാണ്. അതേ കണക്ക് ഈ ഒരു മോളെ പറ്റിയൊക്കെ ചോദിക്കുമ്പോഴത്തേനും മരിച്ച ദിവസം എന്തുകൊണ്ട് പോയില്ല വീട്ടിൽ തന്നെ, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പുരയിടത്ത് നിന്ന് അടക്കിയില്ല, ഇങ്ങനത്തെയൊക്കെ ചോദിക്കുമ്പോഴത്തേന് പുള്ളിക്കാരൻ വേറെ ഓരോരോ കാര്യങ്ങളാണ് പറയുന്നത്. അതിൻ്റെ ഇടയിൽ മക്കൾ അവിടെ ഇവിടെ അവർ വന്നതിന് ശേഷം ഇതേ കണക്ക് തിരിച്ചു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവിടെ ചെന്ന് ജോലിക്കൊക്കെ കയറണമെങ്കിൽ സർട്ടിഫിക്കറ്റൊക്കെ കാണിക്കണം, എന്തിനാണ് വന്നതെന്നുള്ള കാര്യം, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതും ഒരു കൂസലില്ലാതെ സ്വന്തം മോളാണോ മരിച്ചതെന്നുള്ള രീതി അങ്ങനെയൊന്നുമില്ല, കൂസലായിട്ടാണ് പറയുന്നത്. പുള്ളിക്കാരന് യഥാർത്ഥത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതോ ഈ പുള്ളിക്കാരനും കൂടെ കാരണമൊക്കെ ആയിരിക്കും ഈ ഒരു ഷൈനി ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത്. വീട്ടിൽ വന്ന സമയത്ത് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയൊന്നും ആവത്തില്ലായിരുന്നു. ഇത്രയും കൂളായിട്ടുള്ള രീതിയിൽ മോള് മരിച്ച കാര്യം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിന് മുമ്പ് ഈ പുള്ളിക്കാരൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എല്ലാവരും നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. ഇപ്പോഴെങ്കിലും അത് മാറും, അല്ലെങ്കിൽ പുള്ളിക്കാരൻ അത് നോർമലായിട്ട് ആ സമയത്ത് പറഞ്ഞതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഇതിപ്പോഴാണെങ്കിൽ അതേ കണക്ക് തന്നെ ഒരു മാറ്റമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു കുടുംബം ഇങ്ങനെ 2 ഭാഗത്തുനിന്നും, ഭർത്താവിൻ്റെ വീട്ടിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ സ്വന്തം വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഷൈനിയും കുട്ടികളും ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. നാട്ടുകാർ ഇത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവരെല്ലാവരും മെയിനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഈ ഒരു കുടുംബം
ഒന്നും ചെയ്യുന്നില്ല. സ്വന്തം മോളുടെ കാര്യത്തിന് പോലും സംസാരിക്കുന്ന ഒന്നും തന്നെ ഭയങ്കര എന്തോ ലാവിഷായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അത് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഈ അച്ഛൻ എന്താണ് ചിന്തിക്കുന്നത്. എന്തായാലും ആ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്കൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. കാരണം പുള്ളിക്കാരൻ സംസാരമൊക്കെ കേട്ടപ്പോഴത്തേന് ഇങ്ങനെ ഒരു സ്വന്തം മോളിൽ മരിച്ചിട്ടാണോ അല്ലെങ്കിൽ ഇതേ കണക്ക് സംസാരിക്കുന്ന രീതിയിലായിപ്പോയി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വെച്ച് ചെയ്തത്. നിങ്ങൾക്ക് ഇതിൽ എന്താണ് ഒപ്പീനിയൻ ഈ ഒരു വ്യക്തിയെ പറ്റിയുള്ളതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.